ഇഷ്ടമുണ്ടോ? എനിക്ക് പാവയ്ക്ക കൊണ്ടുള്ള തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവയ്ക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് തോന്നിയേ അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കണം തോന്നി. അപ്പൊ 2 പാവയ്ക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അരികെ രണ്ടും കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടാക്കി കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു കുരു ഒന്ന് എടുത്ത് കളയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കുരു എന്തായാലും കളയണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പാവയ്ക്കയുടെ കുരു പാടില്ലാന്ന്. അപ്പൊ അതൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക വേണ്ടത്. അപ്പൊ കഴുകണേ മുന്നേ തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാനിത് ഒരു പാവയ്ക്കയുടെ തന്നെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. നേരത്തായിട്ടോ അല്ലെങ്കിൽ ഇത്തിരി കട്ടിയിലോ അരിഞ്ഞാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആ തോരൻ ഉണ്ടാക്കാനാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്തോ. ഞാൻ ഇത്തിരി കട്ടി കുറച്ചിട്ട് തന്നെ ചെയ്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാവയ്ക്ക മുഴുവനും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പൊ അതിനു മുന്നേ ഞാനിതൊരു 5 മിനിറ്റ് 5-10 മിനിറ്റോളം 5 മിനിറ്റ് ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചാല് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിൽ ഇതൊന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാ പച്ചക്കറികളും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു വെക്കണം എന്നാണ് പറയാറ്. പക്ഷെ ഞാൻ പാവയ്ക്ക ഞാൻ പ്രത്യേകം ചെയ്യാറുണ്ട്. അതിന് കയ്പ്പ് പോകാൻ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ വെള്ളത്തിലൊന്ന് വെക്കുകയാണെങ്കിൽ അതിന്റെ കയ്പ്പ് പെട്ടെന്ന് പോകും. ആ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ കയ്പ്പൊക്കെ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ഞാൻ കൂടുതലും ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ അങ്ങനെ ചെയ്തു വെക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ വേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞത്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് സവാള അരിയണ്ടേ കേട്ടോ. അപ്പൊ ഇത്ര സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യണത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക്, നമ്മൾ എത്രയാണ് എടുക്കുന്നതിനനുസരിച്ചുള്ള കടുക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഇളക്കി ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ വല്ലാതെ തീ കൂടുകയെന്ന് തോന്നി കഴിഞ്ഞാല് ഇതിൽ തീ കുറച്ചിട്ടുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ കടുക് നന്നായി പൊട്ടിയിട്ട് വേണം ഇതൊക്കെ ഇടാൻ കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ ഇടുന്നത് വറ്റൽമുളകാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പൊ ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് വറ്റൽമുളക് ഇടാൻ പാടുള്ളൂ. അത് പൊടിച്ചത് 1 സ്പൂണും കൂടി ഇടുന്നുണ്ട്. 1-2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതിലിപ്പോ ഞാൻ ഇട്ടിട്ട് പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഞാൻ നേരത്തെ കഴുകി മാറ്റി വെച്ചാണ് ആ പാവയ്ക്ക ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇടുവാണ്. അപ്പൊ വെള്ളം മാറ്റിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി ആ ഒരു നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത ഇതൊക്കെ ഉണ്ടല്ലോ, സവാള ഇതൊക്കെ ആയിട്ടുള്ള അതൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിം ഇട്ടിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കി ഇളക്കി കൊടുക്കുകയും വേണം. അടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും വേണം കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് അത് തുറന്ന് നോക്കണുണ്ട്, ഇടയ്ക്ക് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 10 എന്നുള്ളൊരു 15 മിനിറ്റോളം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം പാവയ്ക്ക ആയതുകൊണ്ട് നല്ല കയ്പ്പായിരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് കയ്പ്പൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ല പോലെ ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഏകദേശം ഒന്ന് വേവായി, ഏകദേശം നല്ലപോലെ ഒന്ന് വേവായി വന്നപ്പോ ഞാൻ ചെന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് ഈ ഒരു പാവയ്ക്കയുടെ കയ്പ്പൊന്ന് തൂകാനായിട്ട് ഇത്തിരി തേങ്ങ ചെരുവിയത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു പിടിയാണ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അത് ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക ചെയ്യേണ്ടത്. അപ്പൊ തന്നെ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഒന്ന് എടുത്തിട്ട് വേണം ഇളക്കി എടുക്കാൻ കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ഒരു തേങ്ങ ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പൊ ചില ആൾക്കാർ തേങ്ങ ഇട്ട അപ്പൊ തന്നെ ഞങ്ങൾ എടുക്കും. ഞാൻ ഇത് തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് മൊരിയിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരൻ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിതിപ്പോ ഒരു വീഡിയോയിൽ കൂടെ ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ പറച്ചിൽ മാത്രമല്ല, പക്ഷെ കഴിച്ചാലുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല.